ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 77ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 717ാമത്തെ നാമം മുതൽ 724ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത്. വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തിശതാനനക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വിശ്വമൂർത്തിർ, മഹാമൂർത്തിർ, ദീപ്തമൂർത്തിർ, അമൂർത്തിമാൻ, അനേകമൂർത്തിർ, അവ്യക്ത, ശതമൂർത്തി, ശതാനന എന്നിങ്ങനെയുള്ള 8 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് വിശ്വമൂർത്തിർ. വിശ്വ എന്നാൽ ലോകം എന്നർത്ഥം. മൂർത്തി എന്നാൽ ആ രൂപത്തെ കുറിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെല്ലാം മൂർത്തിയായി ഭവിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന് വിശ്വമൂർത്തി എന്ന നാമധേയം. അതായത് ഈ വിശ്വ രൂപമാകുന്ന ആ ഭഗവാന്റെ ആ ഒരു സിദ്ധിയാലാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാവിധ സൃഷ്ടികളും നടക്കുന്നത്, സ്ഥിതിയും നടക്കുന്നത്, സംഹാരവും നടക്കുന്നത്. അതിനാൽ ഭഗവാൻ വിശ്വമൂർത്തി എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാമൂർത്തി എന്നാണ്. മഹാ എന്നാൽ മഹത്തായത് എന്നർത്ഥം. മൂർത്തി എന്നാൽ രൂപം എന്നർത്ഥം. അതായത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ രൂപത്തെ ആ ശേഷന്റെ ആ ഒരു സന്നിധിയിൽ കിടക്കുന്ന ആ പാലായിലുള്ള ആ ഭഗവാന് മഹാമൂർത്തി എന്ന നാമധേയം. അതായത് ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും നായകനായി നിലകൊള്ളുന്ന ഭഗവാൻ സാക്ഷാൽ നാരായണൻ എല്ലാവിധ മഹത്തരമായ കാര്യങ്ങൾക്കും കാരണഭൂതനായി ഭവിക്കുന്നു. അതിനാൽ ഭഗവാന് മഹാമൂർത്തി എന്ന നാമധേയം. അടുത്ത നാമധേയം ദീപ്തമൂർത്തി എന്നാണ്. ദീപ്തം എന്നാൽ വളരെ തേജസ്സോട് കൂടി എന്നർത്ഥം. മൂർത്തി എന്നാൽ രൂപം എന്നർത്ഥം. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും തേജസ്സോട് കൂടിയാക്കി തീർക്കുന്ന സാക്ഷാൽ ഭഗവാന് ദീപ്തമൂർത്തി എന്ന നാമധേയം. ആ ഒരു തേജസ് വളരെ ശക്തിയേറിയതും അത് മറ്റുള്ളവർക്ക് പ്രകാശത്തെ കൊടുക്കുന്നതും ജീവൻ കൊടുക്കുന്നതും, അത് മാത്രവുമല്ല ആ ജീവനെ നിലനിൽക്കുവാനും സഹായിക്കുന്നു, അത് പരിപോഷിക്കുവാനും സഹായിക്കുന്നു, അത് അടുത്ത നിലയിലേക്ക് എത്തുവാനും സഹായിക്കുന്നു. അതായത് ഈ സൂര്യന്റെ എങ്ങനെയാണോ 1000 രശ്മികളുടെ പ്രകാശമുള്ളത്, അതിനേക്കാൾ ഏറ്റവും വലുതായി തീരുന്നു സാക്ഷാൽ ഭഗവാന്റെ തേജസ്. അതിനാൽ ഭഗവാന് ദീപ്തമൂർത്തി എന്ന നാമധേയം. അടുത്ത നാമധേയം അമൂർത്തിമാൻ എന്നാണ്. അതായത് മൂർത്തി എന്നാൽ രൂപം, മൂർത്തിമാൻ എന്നാൽ രൂപത്തോട് കൂടിയത്, അമൂർത്തിമാൻ എന്നാൽ രൂപമേ ഇല്ലാത്ത അവസ്ഥയെ കുറിക്കുന്നു. അതായത് ഈ പ്രപഞ്ചത്തിൽ മറ്റുള്ള സൃഷ്ടികൾക്കെല്ലാം രൂപത്തെ കൊടുക്കുന്ന ഭഗവാന് ശരിയായിട്ടുള്ള ഒരു രൂപം പോലും ഇല്ലാതെ അതൊരു മായയിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന രൂപമാണെന്ന് മാത്രമല്ല, ആ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഒരു ശബ്ദമാണ്. അതിനപ്പുറം ആ ഒരു രൂപം നമ്മുടെ സാങ്കല്പികമായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു ഭാവത്തെയാണ് രൂപമായി നമ്മൾ കരുതുന്നത്. അതിനാലാണ് ഭഗവാൻ അമൂർത്തിമാൻ എന്ന നാമധേയം. അതായത് എങ്ങനെയാണോ ഭഗവാൻ ദീപ്തമൂർത്തിയായിട്ട് ഭവിക്കുന്നതോ, മഹാമൂർത്തിയായിട്ട് ഭവിക്കുന്നുവോ, വിശ്വമൂർത്തിയായിട്ട് ഭവിക്കുന്നുവോ, ഇതെല്ലാം തന്നെ പ്രപഞ്ചത്തിൽ നമുക്ക് തോന്നിക്കുന്ന ആ ഒരു രൂപമായിട്ടാണ് നമുക്ക് വരുന്നത്. അതായത് ഓരോ അവതാരത്തിലും ഭഗവാൻ പല രൂപങ്ങൾ എടുത്തുവെങ്കിലും ആ അവതാരത്തിന്റെ അവസാനം ആ രൂപമെല്ലാം മാഞ്ഞുപോയി ഭഗവാൻ വൈകുണ്ഠത്തിൽ പോയി ലയിക്കുന്നു. അതിനാൽ ഭഗവാന് ഏതു തരമായിട്ടുള്ള രൂപമോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഭഗവാന് അമൂർത്തിമാൻ എന്ന നാമധേയം. അടുത്ത നാമം അനേകമൂർത്തി എന്നാണ്. അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പല രൂപത്തിലുള്ള അവതാരങ്ങൾ എടുക്കുന്നതിനാൽ ഭഗവാന് അനേകമൂർത്തി എന്ന നാമധേയം. അതായത് ഭഗവാൻ എങ്ങനെയാണോ പൂർണ്ണതയിൽ നിൽക്കുന്നത്, അതിനെ അടിസ്ഥാനമാക്കി ധർമ്മത്തിന് എപ്പോൾ കോട്ടം സംഭവിക്കുന്നുവോ ആ അധർമ്മികളെ നശിപ്പിക്കുവാനും ധർമ്മത്തെ പരിപാലിക്കുവാനും പല മൂർത്തികൾ എടുത്ത് നമ്മൾക്ക് വഴി കാട്ടുന്നതിനാൽ ഭഗവാൻ അനേകമൂർത്തി എന്ന നാമധേയം. അടുത്ത നാമധേയം അവ്യക്ത എന്നാണ്. വ്യക്തം എന്നാൽ വളരെ
പൂർണ്ണമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിനെ വ്യക്തം എന്ന് പറയുന്നു. അവ്യക്തം എന്നാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്തതിനെ അത് കുറിക്കുന്നു. അതായത് ഭഗവാൻ എന്ന ശക്തി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളായ കാഴ്ച, അതുപോലെ കേൾവി, മണം, എങ്ങനെയാണോ നമ്മുടെ മൂക്ക് വെച്ച് നമ്മൾ ആസ്വദിക്കുന്നത്, അതുപോലെ നമ്മുടെ നാക്കുകൊണ്ട് സ്വാദിനെ ആസ്വദിക്കുന്നത്, നമ്മുടെ തൊലി കൊണ്ട്, ചർമ്മത്തെ കൊണ്ട് നമ്മൾ എങ്ങനെയാണോ സ്പർശത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഒരു 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു മഹത് ശക്തിയാണ് സാക്ഷാൽ ഭഗവാൻ. അതിനാൽ വ്യക്തമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ അത്ര സാധ്യമല്ല. അതിന് ഒരുപാട് തരത്തിലുള്ള യോഗാഭ്യാസം നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. അതിനാൽ ഭഗവാൻ അവ്യക്ത എന്ന നാമധേയം. അടുത്ത നാമധേയം ശതമൂർത്തി എന്നാണ്. അതായത് ഭഗവാൻ എങ്ങനെയാണോ സ്വന്തം ശക്തിയാൽ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചിന്ത കൊടുക്കുന്നതും മറ്റുള്ളവരെ നല്ല രീതിയിലുള്ള ചിന്തയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനും ആ ഒരു പ്രവൃത്തി എങ്ങനെയാണോ മായയാൽ നമുക്ക് നമ്മുടെ മനസ്സിനെയൊക്കെ അടഞ്ഞിരിക്കുമ്പോ അതിനെയൊക്കെ മാറ്റി നിർത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഓരോരോ ദിവസത്തിലും നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആ എങ്ങനെയാണോ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ നിലയിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും പോകുന്നത്, അതിലൊക്കെ ഭഗവാന്റെ ഒരു സ്പർശം കാണാൻ സാധിക്കുന്നു. ആ രൂപം നമുക്ക് മനസ്സിൽ എങ്ങനെയാണോ പതിഞ്ഞിരിക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് ആ ഭഗവാൻ എന്ന അനുഭവത്തെ നമ്മൾ ഉണരുന്നത്. അതിനാൽ ഭഗവാന് ശതമൂർത്തി എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് സതാനന എന്ന്. ആനന എന്നാൽ മുഖം എന്നർത്ഥം. ശതാനന എന്നാൽ പല വിധത്തിലുള്ള മുഖമുള്ള ആരാണോ അവരെ ശതാനന എന്ന് പറയുന്നു. ഭഗവാന് ആയിരക്കണക്കിന് കാലുകളും കൈകളും തലകളും വായും കാതുകളും എല്ലാം തന്നെ ഉള്ളതിനാൽ ഭഗവാൻ പ്രപഞ്ചത്തിൽ ഏതു കോണിൽ നടക്കുന്ന കാര്യം അത് അറിയുകയും കേൾക്കുകയും അതിന് വേണ്ട വിധത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് ശതാനന എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ വിശ്വമൂർത്തിർ, മഹാമൂർത്തിർ, ദീപ്തമൂർത്തിർ, അമൂർത്തിമാൻ, അനേകമൂർത്തി, അവ്യക്ത, ശതമൂർത്തി, ശതാനന എന്നിങ്ങനെ 8 നാമങ്ങളാണ്. വിശ്വമൂർത്തിർ, മഹാമൂർത്തിർ, ദീപ്തമൂർത്തിരമൂർത്തിമാൻ, അനേകമൂർത്തിർ, അവ്യക്ത, ശതമൂർത്തി, ശതാനനക. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു.